ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. എന്നെ സംബന്ധിച്ച് ഫ്രിഡ്ജ് എപ്പോൾ കാലിയാകുന്നോ അന്നാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുള്ളത്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് എപ്പോഴും ഓഫ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു പാത്രത്തിൽ കുറച്ച് സോഡാപ്പൊടിയും നാരങ്ങ നീരും വിനാഗിരിയും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കോട്ടൺ തുണി മുക്കി തുടച്ചെടുത്താൽ മതി. ഇതിൽ നാരങ്ങ നീര് ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള ബാഡ് സ്മെല്ലുണ്ടല്ലോ ഫ്രിഡ്ജിൽ ചില സമയങ്ങളിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ആ സ്മെല്ല് ഒഴിവാക്കാനും സഹായിക്കും. ഫ്രിഡ്ജിലെ പഴകിയ കറകൾ നീക്കം ചെയ്യാൻ ഈ ഒരു ലിക്വിഡ് മതി. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലെ ഈ ഭാഗം നമ്മൾ മാക്സിമം ഒന്ന് തുടച്ച് വിടത്തേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് അഴുക്ക് കയറിയിരിക്കും. പിന്നീട് അഴുക്കടിഞ്ഞത് വൃത്തികേടാവുകയും ചെയ്യും. അങ്ങനെ ആയെങ്കിലും വിഷമിക്കേണ്ട. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ ലിക്വിഡ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് തുണി കൊണ്ട് തുടക്കുന്നതിനേക്കാൾ ഒരു ബ്രഷ് വെച്ച് പിടിച്ചെടുക്കുക. നന്നായിട്ട് വൃത്തിയാകും. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ എപ്പോഴും മാറ്റി ഉപയോഗിച്ച ശേഷം സാധനങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത്. മാറ്റിന് പകരം ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാലും മതി. നമ്മുടെ ഫ്രിഡ്ജ് പെട്ടെന്ന് അഴുക്കാവാതിരിക്കാൻ സഹായിക്കും. ഒരു നാരങ്ങയുടെ പകുതി മുറിച്ച് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് വെച്ച് നോക്കിക്കേ. ഫ്രിഡ്ജിലെ സ്മെല്ല് ഒഴിവാക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെന്ന് വെച്ച് പച്ചക്കറികൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കണമെന്നില്ല. ഈ തക്കാളി നോക്കിക്കേ. തക്കാളി ഫ്രഷ് ആയിട്ടിരിക്കാൻ ഒരു വഴിയുണ്ട്. തക്കാളി കൊണ്ടുവരുമ്പോഴേ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം ഒരു തുണി കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കണം. ഒരു കണ്ടെയ്നറിൽ ടിഷ്യൂ വെച്ച്, ടിഷ്യൂ ഇല്ലെങ്കിൽ പേപ്പർ ആയാലും മതി, ടിഷ്യൂ വെച്ച ശേഷം തക്കാളിയുടെ ഞെട്ടുള്ള ഭാഗം ഇതുപോലെ ഞെട്ടുള്ള ഭാഗം ടിഷ്യൂലേക്ക് കമഴ്ത്തി വെക്കണം. അങ്ങനെ എല്ലാം അടുക്കിയ ശേഷം എയർ ടൈറ്റായി അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം. തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് ദിവസങ്ങളോളം ഇരിക്കും. പച്ചമുളക് കുറച്ചധികം മേടിക്കുന്ന സമയങ്ങളിൽ നമുക്കത് പെട്ടെന്ന് ചീത്തയാവുമെന്ന് പേടിക്കണ്ട. പച്ചമുളക് കുറച്ച് വെള്ളത്തിൽ കഴുകി അതിൻ്റെ തണ്ടെടുത്ത ശേഷം ഒന്ന് തുടച്ചെടുക്കണം. ചീഞ്ഞ മുളക് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം മാറ്റി വെക്കണേ. തണ്ടിരിക്കുമ്പോഴാണ് ചീത്തയാവാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഈർപ്പം ഒട്ടും നിൽക്കരുത്. ഗ്ലാസ് കണ്ടെയ്നറിലോ അതല്ലെങ്കിൽ സിബ്ലോക്കുള്ള കവറുണ്ടല്ലോ അതെടുത്ത ശേഷം അതിലേക്ക് ഒരു ടിഷ്യൂ ഇട്ട് ഈ പച്ചമുളക് തട്ടിയിട്ട ശേഷം അതിന് മുകളിൽ ഒരു ടിഷ്യൂ കൂടെ വെക്കണം. കൂടുതലായിട്ട് നമുക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ ലെയറായിട്ട്, അതായത് ടിഷ്യൂ ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെയും ടിഷ്യൂ ഇട്ട് പിന്നെയും പച്ചമുളക്, അങ്ങനെ ലെയറായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദിവസങ്ങളോളം പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കാനും അതിൻ്റെ ഫ്രഷ്നെസ് അതുപോലെ നിലനിർത്താനും ഇങ്ങനെയുള്ള മെത്തേഡ് സഹായിക്കും. നാരങ്ങ കൊണ്ടുവരുവാണെങ്കിൽ നേരെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ തട്ടിലേക്ക് വെക്കാൻ നിൽക്കേണ്ട. കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് നാരങ്ങയും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ആയാലും മതി. ഗ്ലാസ് കണ്ടെയ്നർ ഇല്ലാത്തവർ പ്ലാസ്റ്റിക് എടുക്കാം. അതിലേക്ക് നാരങ്ങ ഇട്ട് നാരങ്ങയ്ക്ക് മുകളിൽ നിൽക്കത്തക്കോണം വെള്ളം ഒഴിച്ച് എയർ കയറാത്ത രീതിയിൽ മുറുക്കെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. 4-5 ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണേ. അതല്ല എങ്കിൽ ഓരോ നാരങ്ങ വീതം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ആഴ്ചകളോളം ഫ്രഷായി തന്നെ ഇരിക്കും. ക്യാരറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ഐറ്റമാണ് ഈ ക്യാരറ്റ്. കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കും ഇതേ പരാതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്യാരറ്റിൻ്റെ തണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത ശേഷം ഒരു കണ്ടെയ്നറിനകത്ത് വെച്ച് അതിനകത്തേക്ക് നിറയെ വെള്ളം ഒഴിച്ച് മുറുക്കെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ഉറപ്പായിരിക്കും കേട്ടോ. വീഡിയോ തുടങ്ങുമ്പോൾ കണ്ടിരുന്നോ ഞാൻ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നേ. ഏതാണ്ട് ഒരു 3.5 ആഴ്ചയോളം ആയി കാണും. സത്യത്തിൽ അതങ്ങനെ ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ചിലപ്പോഴൊക്കെ തേങ്ങ അധികം വന്നിരുന്ന് പോകാറില്ലേ ഫ്രിഡ്ജിൽ, പിന്നീട് എടുക്കുമ്പോഴത്തേനും കുറച്ച് ഹാർഡായിട്ട് തോന്നിക്കും. ഇതിനുള്ള സൊല്യൂഷൻ സിമ്പിളാണേ. ഒരു പ്ലാസ്റ്റിക് കവർ മതി. അത് നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നോക്ക്. പെട്ടെന്ന് ഹാർഡും ആകില്ല, പൂപ്പലും ആകില്ല. ഇഞ്ചി കുറച്ചധികം വാങ്ങിയിരിക്കട്ടെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇഞ്ചി ഒരു പാത്രത്തിൽ ഈർപ്പമില്ലാത്ത മണ്ണും ഇഞ്ചിയും കൂടി ലെയറായി ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നീടുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിലേക്ക് ഈ ഇഞ്ചി പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്ത ഇഞ്ചി ഒരു സിപ്ലോക്കുള്ള കവറിലേക്കാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ദിവസങ്ങളോളം പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കാൻ ഇത് സഹായിക്കും. കുറച്ചുനാൾ ഫ്രിഡ്ജിലിരുന്നാൽ വാടിപ്പോകുന്നതാണ് ബീട്രൂട്ട്. ഇത് സിമ്പിളായിട്ട് ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും.
ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം ഒരു കവറിലിട്ട് കെട്ടി വെച്ചിരുന്നാൽ മാത്രം മതി. എത്ര സിമ്പിളല്ലേ? നമ്മളെല്ലാവരും മീൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ലേ? 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ മീനിന് അത്ര പോരാ എന്നൊരു പരാതിയുണ്ടോ? ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ. കഴുകി വൃത്തിയാക്കിയ മീൻ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്താക്കി വെള്ളമൊഴിച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനാണെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് അടച്ച് വെക്കുന്നത് നന്നായിരിക്കും. പിന്നൊരു കാര്യം, മീൻ അധികം നാൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ. ആർക്കും ചെയ്യാൻ പറ്റിയ കുറച്ച് സിമ്പിൾ ടിപ്സുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇഷ്ടമായെങ്കിൽ കമൻറ്റിലേക്കും ചെയ്യണേ.